ഒരു വർഷം 3 മാസത്തോളം സൂര്യപ്രകാശം എത്താത്തൊരു നഗരം, ഇരുട്ടിലാകേണ്ടിയിരുന്നൊരു നഗരം. പക്ഷേ ഈ പ്രശ്നം അവർ പരിഹരിച്ചു. എങ്ങനെയാണെന്നല്ലേ ഈ വീഡിയോയിൽ നമുക്കത് നോക്കാം. ഇറ്റലിയിലെ ആൽപ്സ് പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് വിഗാനെല്ല. എന്നാൽ ഈ ഗ്രാമത്തിന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഓരോ വർഷവും നവംബർ മുതൽ ഫെബ്രുവരി വരെ ഏകദേശം 83 ദിവസത്തോളം ഇവിടെ സൂര്യപ്രകാശം ലഭിക്കില്ലായിരുന്നു. ചുറ്റുമുള്ള വലിയ മലകൾ സൂര്യരശ്മികളെ പൂർണ്ണമായും തടയുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചിരുന്നത്. തണുപ്പും ഇരുട്ടും കാരണം ഈ മാസങ്ങളിൽ ഗ്രാമീണർക്ക് വീടിന് പുറത്തിറങ്ങാനോ പൊതുയിടങ്ങളിൽ ഒത്തുചേരാനോ കഴിയുമായിരുന്നില്ല. ഇത് അവരുടെ മാനസികാവസ്ഥയും സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിച്ചു. നൂറ്റാണ്ടുകളായി ഈ അവസ്ഥയിൽ ജീവിച്ചു വന്നിരുന്ന വിഗാനെല്ലയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചു. 1999 അന്നത്തെ മേയർ പിയർ ഫ്രാങ്കോ മിഡാലിയും പ്രാദേശിക ആർക്കിടെക്റ്റായ ജിയോക്കോമോയും ചേർന്ന് ഒരു നൂതനമായ ആശയം മുന്നോട്ട് വെച്ചു. മലമുകളിൽ ഒരു ഭീമൻ കണ്ണാടി സ്ഥാപിക്കുക. ഈ കണ്ണാടി സൂര്യപ്രകാശത്തെ ഗ്രാമത്തിലെ പ്രധാന ചത്തുരത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും എന്നായിരുന്നു ഇവരുടെ ആശയം. ഏകദേശം 1 ലക്ഷം യൂറോ ചെലവിൽ 8 മീറ്റർ വീതിയും 5 മീറ്റർ ഉയരവുമുള്ള ഒരു സ്റ്റീൽ കണ്ണാടി നിർമ്മിച്ചു. 2006 ഇത് ഗ്രാമത്തിന് മുകളിലുള്ള മലയുടെ ചരിവിൽ സ്ഥാപിച്ചു. കമ്പ്യൂട്ടർ നിയന്ത്രിതമായ ഈ കണ്ണാടിക്ക് സൂര്യന്റെ പാത പിന്തുടർന്ന് ചലിക്കാൻ കഴിയും. അങ്ങനെ ദിവസവും ഏകദേശം 6 മണിക്കൂറോളം സൂര്യപ്രകാശം കണ്ണാടിയിലൂടെ ഗ്രാമത്തിലെ പ്രധാന ചത്തുരത്തിലേക്ക് പ്രതിഫലിപ്പിച്ചു. പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം നേരിട്ടുള്ള വെളിച്ചത്തോളം ശക്തമല്ലെങ്കിലും ഇത് ഗ്രാമത്തിന് അത്യാവശ്യമായ വെളിച്ചവും ചൂടും നൽകി. വിഗാനെല്ലയിലെ ആളുകൾക്ക് തണുപ്പ് കാലത്തും പുറത്തിറങ്ങി സാമൂഹികമായി ഇടപഴകാനും അതുപോലെ വീടുകളിലേക്ക് സ്വാഭാവിക വെളിച്ചം എത്താനും ഇത് സഹായിച്ചു. ഈ പദ്ധതിക്ക് ലോകമെമ്പാടും നിന്ന് വലിയ ശ്രദ്ധ ലഭിച്ചു. വിഗാനെല്ല ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. വിഗാനെല്ലയുടെ വിജയം നോർവേയിലെ റൂക്കാൻ പോലുള്ള മറ്റ് സ്ഥലങ്ങളിലും സമാനമായ കണ്ണാടി പദ്ധതികൾക്ക് പ്രചോദനമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.